അദീന എണീക്ക് മോളെ, എണീക്ക്, സമയായി. പള്ളിക്കാൻ വാ, ഒരട്ടി മുട്ട റോസ്റ്റും കഴിക്കാം. ബാ, എന്നാ നിന്നെ ഞാൻ അത് കഴിപ്പിച്ചിട്ട് തന്നെ ബാക്കി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരട്ടി മുട്ട റോസ്റ്റാണ്. അത് അതിക്ക് തീരെ ഇഷ്ടമല്ല. അവൾ കഴിക്കുമോ നമുക്ക് നോക്കാം. തിളച്ച വെള്ളത്തിലോട്ട് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിലോട്ട് അരിമാവ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. നമുക്കിത് തണുക്കുന്ന സമയം കൊണ്ട് എളുപ്പത്തിലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. तेरा हाथ जब मेरे हाथ में लगता सब कुछ मेरे साथ में, रात भी छोटी लगती है जब तू मेरे जज्बात में। तेरी बातें मीठी धूप सी मेरे अंदर की हर टूट सी धीरे धीरे भर देती है, तू जो आए तो जी उठी मैं। पास आ थोड़ा और सुन ले दिल की ये डोर, मैं जो हूँ वो तेरे लिए, तेरे साथ ही पूरा। മുട്ട റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മാവിലിങ്ങനെ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. എൻ്റെ വാപ്പാക്ക് ഇങ്ങനെ തേങ്ങ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കുഴച്ചെടുക്കാം. മാവ് ഏകദേശം നമ്മൾ വിചാരിച്ച പരുവത്തിലോട്ട് എത്തി. ഉണ്ട പിടിച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് പരത്തിയെടുക്കാം. ശരിക്കും ഇങ്ങനൊന്നും അല്ല പരത്തിയെടുക്കേണ്ടത്. എൻ്റെ നാട്ടിലെങ്ങനെയാന്ന് വെച്ചാൽ പലകയിൽ തുണിയൊക്കെ ഇട്ട് പ്രസ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. പാനിൽ ചുട്ടെടുക്കുക. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിടണം. അപ്പം നമ്മൾ ഈ ചുട്ടുകൊണ്ടിരിക്കുന്ന ഉരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കാണിക്കുന്ന പോലെ കൈയിട്ടെടുക്കാൻ നിൽക്കരുത്. കൈ നല്ല പണിയിട്ട് കൈക്ക് വേഗം കഴിക്കണം കേട്ടോ. ഇത് പുറത്തു പോവാം.